ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് EVSൽ നിന്നും പരിസര പഠനത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. പ്രവർത്തനം 1, സുന്ദരി പൂമ്പാറ്റ. ഇപ്പോൾ പ്രവർത്തനം 1, ഈ പൂമ്പാറ്റയ്ക്ക് കളറില്ല, നിറം നൽകാനാണ്. അപ്പോൾ നല്ലൊരു കളർ കൊടുക്കുക. ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ, ജീവിതചക്രത്തിൽ പൂമ്പാറ്റയ്ക്ക് 4 ഘട്ടങ്ങൾ ഉണ്ടെന്ന് അറിയാമല്ലോ. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഘട്ടങ്ങൾ എഴുതി ചേർക്കൂ. അല്ലെ, ഒരു പൂമ്പാറ്റന്റെ ഘട്ടങ്ങൾ എന്താ 4 ഘട്ടങ്ങളായിട്ടാണുള്ളത്. അപ്പോൾ ഇതേതാണ്? ഇത് പൂമ്പാറ്റയാണ്. ഇതെന്താണ്? പുയു ആണല്ലേ, പുയു. ഇതെന്താണ്? മുട്ടയാണ്. ഇതെന്താണ്? പ്യൂപ്പയാണ്. അപ്പോൾ ആ ഘട്ടങ്ങൾ എന്താണ് ഓർഡറിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ആദ്യം മുട്ട വിരിഞ്ഞിട്ട് എന്താവും? അല്ലെ, പുയുക്കളാവും. പുയുക്കൾ എന്താവും? ലാർവയാവും. ലാർവ ബട്ടർഫ്ലൈ ആവും. ആ ഓർഡറും നിങ്ങൾ പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് മഞ്ഞ നിറം നൽകൂ. ഇത് ഏതിനം പൂമ്പാറ്റയാണ്? അപ്പോൾ ഈ മഞ്ഞ നിറമുള്ള പൂമ്പാറ്റ ഏതാണ്? മഞ്ഞ നിറമുള്ള പൂമ്പാറ്റയുടെ പേരെന്താണ്? മഞ്ഞ പാപ്പാത്തി. ക്വസ്റ്റ്യൻ സി, നിങ്ങളുടെ വീട്ടിൽ വിരുന്ന് വരുന്ന ഏതെങ്കിലും 2 ഇനം പൂമ്പാറ്റകളുടെ പേര് എഴുതുക. വീട്ടിൽ വരുന്ന 2 ഇനം പൂമ്പാറ്റയുടെ പേര് ഏതൊക്കെയാണ്? നീലക്കടുവ, കരിയില ശലഭം. അപ്പോൾ 2 പൂമ്പാറ്റകളുടെ പേര് പഠിച്ചു വെക്കണം. എക്സാമ്പിളിലെ ഉദാഹരണം എഴുതാൻ ചോദിക്കും. അല്ലേ, 2 പൂമ്പാറ്റല്ലേ, നീലക്കടുവ, കരിയില ശലഭം പൂമ്പാറ്റയുടെ പേരാണ്. ഈ പൂമ്പാറ്റകളുടെ സംരക്ഷണം നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവയെ ആകർഷിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? പൂമ്പാറ്റിനെ ആകർഷിക്കാൻ എന്താ? നല്ല പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കണം. അല്ലേ, വീട്ടിൽ നല്ല പൂക്കൾ നട്ടു വളർത്തുക. കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക. അല്ലെ, കീടനാശിനി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളിൽ എന്താണ്, പ്രാണികളൊക്കെ ചത്തുപോയില്ലേ, പൂക്കളൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ നല്ല വൃത്തിയോടെ പൂന്തോട്ടം ഉണ്ടാക്കിയാൽ പൂമ്പാറ്റകൾ ആകർഷിക്കാൻ കഴിയും. അല്ലേ, പൂമ്പാറ്റകൾ വരും. പ്രവർത്തനം 2, ഭക്ഷണത്തിലുമുണ്ട് കാര്യം. പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. താഴെ തന്നിരിക്കുന്ന ആഹാരവസ്തുക്കൾ ഏതൊക്കെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്? ഇപ്പോഴത്തേക്ക് ഏതൊക്കെ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അല്ലെ, കിഴങ്ങ് വർഗ്ഗത്തിൽ ഏതൊക്കെയാണ് പെടുന്നത്? അല്ലെ, കടല. ഓരോ വർഗ്ഗത്തിലുള്ളതും പട്ടിക പൂർത്തിയാക്കാനാണ്. ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതിനെടുത്തേത്. അല്ലെ, പച്ചക്കറികളുണ്ട്, പഴങ്ങളുണ്ട്. ഓരോന്നും ഗ്രൂപ്പാക്കിയിട്ട് കോളങ്ങൾ പൂർത്തിയാക്കുക. അപ്പോൾ ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങൾ പറഞ്ഞാൽ മണ്ണിനടിയിൽ കുഴിച്ചിരുന്ന മരച്ചീനി, ചേമ്പ്, ഉരുളക്കിഴങ്ങ് അങ്ങനത്തതാണ്. പയർവർഗ്ഗങ്ങൾ കടല, ചെറുപയർ, ഗ്രീൻ പീസ്. ഇലവർഗ്ഗങ്ങൾ മുരിങ്ങയില, ചീര. പച്ചക്കറികൾ പടവലങ്ങ, വെണ്ടക്ക, കേബേജ്. പഴങ്ങൾ മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്. ക്വസ്റ്റ്യൻ ബി, ഞാൻ ഒരു പയർവർഗ്ഗ വിളയാണ്. എൻ്റെ നിറം പച്ചയാണ്. കടലയേക്കാൾ ചെറുതാണ്. ഞാൻ ആരാണ്? കടലയേക്കാൾ ചെറുത്, പച്ച നിറമുള്ളത് ചെറുപയർ. പയർവർഗ്ഗമാണ്. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? പാല്, മുട്ട, മരച്ചീനി, മാംസം. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തതാണ് മരച്ചീനിയാണ്. മരച്ചീനി എന്താണ്? ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. അല്ലേ, മാംസം, മുട്ടും, പാലൊക്കെ വേറെയാണല്ലേ. കൂട്ടത്തിൽപ്പെടാത്തത് മരച്ചീനി. 4, എൻ്റെ തോട്ടം. പച്ചക്കറികളിൽ കീടനാശിനിയുടെ അളവ് കൂടുതൽ. വിഷാംശമുള്ള പച്ചക്കറികളുടെ ഉപയോഗം രോഗികളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ എന്താണ്? കീടനാശിനികളുടെ അളവ് കൂടിയിട്ട് രോഗികൾ കൂടുന്നു എന്നാണ്. പത്രവാർത്തയിലെ തലക്കെട്ടുകൾ വായിച്ചല്ലോ. അല്ലെ, തലക്കെട്ടുകൾ. സ്വന്തമായി അടുക്കളത്തോട്ടം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ? ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിന് നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തണം? നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളിൽ കീടനാശിനികൾ ഉണ്ടാവും, അതുകൊണ്ട് രോഗങ്ങൾ വരും. അതുകൊണ്ട് സ്വന്തമായി നമ്മൾ കൃഷി ചെയ്യാൻ എന്തൊക്കെ നോക്കണം? അല്ലേ, ജലലഭ്യത ഉറപ്പുവരുത്തണം. അല്ലെ, വെള്ളം വേണം. അല്ലെ, വെള്ളം ഉണ്ടെന്ന് നല്ല മണ്ണായിരിക്കണം. വളക്കൂറുള്ള മണ്ണ് തിരഞ്ഞെടുക്കുക. നല്ല വിത്തിനങ്ങളല്ലേ, നല്ല മുന്തിയ ഇനം വിത്തുകൾ തിരഞ്ഞെടുത്തിട്ട് അത് നടുക. അല്ലേ, നല്ല മണ്ണായിരിക്കണം. അത് നനച്ചു കൊടുക്കാൻ വെള്ളവും ഉറപ്പുവരുത്തണം. ആ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു അടുക്കളത്തോട്ടം, അല്ലേ, നല്ലൊരു തോട്ടം ഉണ്ടാക്കിയെടുക്കാം. പച്ചക്കറികൾ നമ്മുടെ മണ്ണിൽ തന്നെ നട്ടു വളർത്താം. ബി, അടുക്കളത്തോട്ടത്തിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും? എഴുതി നോക്കൂ. അല്ലേ, നമ്മൾ നട്ടു വളർത്തുന്ന പഴങ്ങൾക്ക് എന്താണ്, പച്ചക്കറികൾക്ക് എന്താണ്? കേടുണ്ടാവില്ല. അല്ലേ, നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അല്ലേ, ശുദ്ധമായ വിഭവങ്ങൾ കഴിക്കാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അല്ലേ, നമുക്ക് കീടനാശിനി അടിച്ചതല്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാം. പ്രവർത്തനം 5, മണ്ണില്ലെങ്കിൽ നാമില്ല. ഉത്സവത്തിന്റെ ഭാഗമായി ബാക്കി വന്ന പ്ലാസ്റ്റിക് കവർ കുഴിച്ചു മൂടുമെന്ന് അമ്മ പറഞ്ഞു. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? പ്ലാസ്റ്റിക് കവർ കുഴിച്ചിടാൻ പറ്റുമോ? ഇല്ല, നമ്മൾ യോജിക്കുന്നില്ല. അല്ലേ, പ്ലാസ്റ്റിക് കവർ കുഴിച്ചിട്ടില്ല, അത് വിഘടിക്കാതെ അവിടെ തന്നെ കാലാകാലം മണ്ണിൽ അങ്ങനെ കിടക്കും. അല്ലേ, അത് വിഘടിക്കില്ല. മണ്ണിൽ ലയിപ്പിച്ച് കളയില്ല പ്ലാസ്റ്റിക്കിനെ. അപ്പോൾ പ്ലാസ്റ്റിക് കവർ നമ്മൾ എന്ത് ചെയ്യണം? ഹരിതകേന സർമ്മങ്ങളില്ലേ, ചേച്ചിമാർ വരുമ്പോൾ അവർക്ക് പാക്കാക്കി കൊടുത്താൽ അവരത് റീയൂസ് ചെയ്യില്ലേ. അത് വേറെ രീതിയിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവരതിനെ റീയൂസ് ചെയ്തോളും. നമ്മൾ ഒരിക്കലും കുഴിച്ചിടുകയോ കത്തിക്കുകയോ ചെയ്യരുത്. പ്ലാസ്റ്റിക്കിലെ കത്തിച്ചാൽ അതിൻ്റെ സ്മെല്ല് എന്താണ്? ആ സ്മെല്ല് നമുക്ക് ഹാനികരമാണല്ലേ, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ. ബി, സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അധ്യാപകരും ശുചിത്വ ക്ലബ്ബ് അംഗങ്ങളും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അവർ ശേഖരിച്ച വസ്തുക്കൾ ചുവടെ ചേർത്തിരിക്കുന്നു. ഇതിൽ നിന്നും മണ്ണിൽ അലിഞ്ഞു ചേരാത്ത വസ്തുക്കൾ കണ്ടെത്തിയതു. മണ്ണിൽ പയത്തൊലി എന്താണ്? മണ്ണിൽ അലിയും. ഇലകൾ അലിഞ്ഞു ചേരും. പത്രക്കടലാസ് അലിയും. അല്ലെ, പേപ്പറാണ്. തെർമോക്കോൾ എന്താണ്? പ്ലാസ്റ്റിക് പോലത്തെ സാധനം, അത് അലിയില്ല. അല്ലെ, മണ്ണിൽ അലിഞ്ഞു ചേരാത്തവയാണ്. പ്ലാസ്റ്റിക് കവർ, അല്ലെ, വിറക് കഷ്ണം കുഴപ്പമില്ല, അലിയും. തുണി മാസ്ക്, അല്ലെ, തുണിൻ്റെ മാസ്കാണ്, കുഴപ്പമില്ല. ആഹാര പദാർത്ഥങ്ങൾ മണ്ണിൽ വിഘടിക്കും. അല്ലെ, ലയിക്കും. മണ്ണിൽ വിഘടിക്കുന്നവ അല്ല, വിഘടിക്കാത്തവയാണ് ചോദിച്ചത്. മിഠായി കവർ എന്താണ്? പ്ലാസ്റ്റിക് ആണല്ലേ, അപ്പം മണ്ണിൽ അലിയില്ല. സ്ട്രോ എന്താണ്? പ്ലാസ്റ്റിക് ആണ്, അതും മണ്ണിലലിയില്ല. ബലൂണുകൾ പ്ലാസ്റ്റിക് ആണ്, മണ്ണിലലിയില്ല. പൂക്കൾ മണ്ണിലലിയും. പ്ലാസ്റ്റിക് കുപ്പികൾ അലിഞ്ഞു ചേരാത്തവയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം ഇതിലെഴുതുക, മണ്ണിലലിയാത്തവ. ഇത് തിരഞ്ഞെടുത്തെഴുതുക. സി, മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ എന്ന ആശയം എല്ലാവരിലും എത്തിക്കുന്നതിനായി പോസ്റ്റർ വിദ്യാലയത്തിലെ വിവിധ ഇടങ്ങളിൽ പതിക്കാൻ അവർ തീരുമാനിച്ചു. അനുയോജ്യമായ പോസ്റ്റർ വാചകങ്ങൾ എഴുതു. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാണ്. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. അപ്പോൾ മണ്ണിനെ കുറിച്ചിട്ടുള്ള പോസ്റ്ററാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്.
മണ്ണ് സംരക്ഷിക്കൂ നാളെയെ രക്ഷിക്കൂ. മണ്ണില്ലെങ്കിൽ നാമില്ല അല്ലെ, മണ്ണിനെ നമ്മൾ സംരക്ഷിക്കണം അല്ലെ. മണ്ണിനെ കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതുക അല്ലെ. മണ്ണില്ലെങ്കിൽ നമ്മളില്ലല്ലോ, മണ്ണില്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും ഒരു പോസ്റ്റർ എഴുതുക. പ്രവർത്തനം 6 ആരോഗ്യമാണ് സമ്പത്ത്. ചിത്രം നിരീക്ഷിക്കൂ. ക്വസ്റ്റ്യനെ രോഗം പകരാനുള്ള ഏതൊക്കെ സാഹചര്യങ്ങളാണ് ചിത്രത്തിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നത്? ഇവയൊക്കെ മലിനമായി കിടക്കുന്നുണ്ട്. അപ്പോൾ രോഗം പകരാനുള്ള ഏതൊക്കെ സാധ്യതകളാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് കാണുന്നത്? ഓടയിൽ എന്താണ് മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്. അലക്ഷ്യമായിട്ട് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു സ്ഥലത്ത് അടക്കി വെച്ചിട്ടില്ല, അലക്ഷ്യമായിട്ടാണുള്ളത്. കിണറിന് എന്താണ് നെറ്റ് കവറില്ല, തുറന്നിട്ടിരിക്കുകയാണ്. അതുപോലെ കൊതുകുകൾ വരാനുള്ള കുറേ സാഹചര്യങ്ങൾ ഫുൾ എന്താണ് മലിനമാണല്ലേ, വൃത്തിഹീനമാണ്. കൊതുക് വരാനും കൊതുകുകൾ പടരാനും സാധ്യത കൂടുതലാണല്ലേ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ മുട്ടയിട്ട് കൊതുകുകൾ വളരും. അപ്പോൾ എന്താണ് രോഗങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയേറിയ മലിനമായ പ്രദേശങ്ങളാണ് എല്ലായിടത്തുള്ളത്. ബി ജലം മലിനമാകാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. ജലത്തിലൂടെ പകരുന്ന 4 രോഗങ്ങളുടെ പേരെഴുതൂ. അപ്പോൾ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞപ്പിത്തം, വയറിളക്കം, കോളറ, ടൈഫോയിഡ്. ഇതൊക്കെ എന്താണ് വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. സി പരിസര ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് വ്യക്തി ശുചിത്വവും നല്ല ആരോഗ്യം ശീലങ്ങളും. താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ ആരോഗ്യശീലങ്ങൾക്ക് നേരെ തെറ്റ് അടയാളപ്പെടുത്തുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക നല്ല ശീലമാണ്. അപ്പോൾ തെറ്റായ ആരോഗ്യശീലത്തിനാണ് തെറ്റിടേണ്ടത്. തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നു. അപ്പോൾ അതെന്താണ് തെറ്റായ കാര്യമാണല്ലേ, അതിന് തെറ്റിടുക. കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നു നല്ല ശീലമാണ്. തുറന്നു വെച്ച ആഹാരം കഴിക്കുന്നു. അപ്പോൾ എന്താണ് നല്ല ശീലമാണോ? തുറന്നു വെച്ച ആഹാരങ്ങൾ നമ്മൾ കഴിക്കരുത്. തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നത്. അപ്പോൾ ഇതിലൊന്നും തെറ്റായ ആരോഗ്യശീലമാണ്. നല്ല ആരോഗ്യശീലം ചോദിച്ചാൽ നല്ലതിന് ശരിയിടണം. ഇവിടെ തെറ്റാണ് ചോദിച്ചത്. നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായ മറ്റുള്ള സബ്ജക്ട്സും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.